മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഏത് നിമിഷമായിരിക്കും യുദ്ധം ആരംഭിക്കുക എന്നത് മാത്രമേ ഇനി പറയാനുള്ളൂ. മാത്രമല്ല, അമേരിക്കയാണോ ഇസ്രായേലാണോ ഇറാനാണോ ആദ്യം യുദ്ധം ആരംഭിക്കുക, ഇത്ര മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ. ആ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ അവസാനമായി മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ റിപ്പബ്ലിക് ഗാർഡ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പൂർണ്ണമായി യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്, മിസൈലുകളെല്ലാം ലോഞ്ചറിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ്. അതേസമയത്ത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ എയർബേസ് ആയ ഖത്തറിലെ ഉദൈദിൽ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി സജ്ജമായിരിക്കുകയാണ്. മാത്രമല്ല, അമേരിക്ക ഏതാനും ചില ഉദ്യോഗസ്ഥരോട് ഖത്തറിലെ ഉദൈദ് എയർപോർട്ടിൽ നിന്ന്, അതായത് സൈനിക ബേസിൽ നിന്നും സ്ഥലം വിടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവർ വളരെ ഉന്നതരായിരിക്കും, അവരുടെ ജീവൻ രക്ഷപ്പെടുക എന്ന രീതിയിലായിരിക്കും ഇങ്ങനെ ഒരു അലർട്ട് നൽകിയിട്ടുണ്ടാവുക. അതോടൊപ്പം ഏറ്റവും ഗുരുതരമായ മറ്റൊരു വാർത്തയാണ്, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ വിമാനം ഗ്രീസിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. വിങ് ഓഫ് സിയോൺ എന്നറിയപ്പെടുന്ന ഇസ്രായേലി പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന വിമാനമാണ് ഇപ്പോൾ ഗ്രീസിലേക്ക് മാറ്റിയിരിക്കുന്നത്. മുമ്പ് ഇറാനുമായി യുദ്ധം നടക്കുന്ന ഘട്ടത്തിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് യുദ്ധത്തിന്റെ അടുത്ത നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അതേസമയം അമേരിക്ക ഇറാനിൽ ഇടപെടുന്നത് വൈകിയാൽ അത് അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധക്കാരുടെ ആത്മവിശ്വാസം കെട്ടുപോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള നടപടികളിലേക്ക് അമേരിക്ക നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നും പറയുന്നു. എന്നാൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളൊന്നും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലില്ല. നമുക്കറിയാം, ഇറാന്റെ മിസൈലുകൾ ഒരുപക്ഷെ അമേരിക്കയുടെ കപ്പലുകളെ തകർക്കുമോ എന്ന അമേരിക്കയുടെ ആശങ്ക തന്നെ ആയിരിക്കണം ഈ രീതിയിൽ അമേരിക്ക യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണം. അതേസമയം 2 ദിവസമായി ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട്. കാരണം റിപ്പബ്ലിക് ഗാർഡ് അല്ലെങ്കിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ശക്തമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇറാൻ മറ്റൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ഇറാന് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടെല്ലാം നഗരങ്ങളിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം അന്താരാഷ്ട്ര സമൂഹത്തോട് വിളിച്ചു പറയുന്നത്, ഇറാനിൽ ഈ വിദേശികൾ മാത്രമാണ് പ്രതിഷേധമുണ്ടാക്കുന്നത്, ഗവൺമെന്റിനെതിരെ ഇറങ്ങുന്നത്, ഈ പ്രതിഷേധമുണ്ടാക്കുന്നത് വിദേശ ബന്ധമുള്ള ആളുകളാണ്. അതേസമയം ഇറാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ഇത്തരത്തിലുള്ള അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപകാരികളെ അവിടെയുള്ള ജനങ്ങളാൽ തന്നെ വളയുക എന്ന ഉദ്ദേശവും ഒരുപക്ഷെ ഇതിലൂടെ ഉണ്ടാകും. എന്തായിരുന്നാലും മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴുള്ള സാഹചര്യം ഗുരുതരമാണ്. ഒരു ഭാഗത്ത് അറബ് രാഷ്ട്രങ്ങളടക്കം, അതുപോലെ തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങൾ അമേരിക്കയുമായി ചർച്ച നടത്തുന്നു, യുദ്ധം ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇറാൻ തൊട്ടടുത്തുള്ള രാഷ്ട്രങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകി കഴിഞ്ഞു, അമേരിക്കയുടെ താവളങ്ങളെല്ലാം ആക്രമിക്കുമെന്നാണ്. അത് ഏത് രാഷ്ട്രത്തിലാണ് എന്ന് ഞങ്ങൾ പരിഗണിക്കുകയില്ല, എല്ലാം ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇറാനിൽ ആക്രമിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ അയൽ രാഷ്ട്രങ്ങളും അറബ് രാഷ്ട്രങ്ങളും ഒക്കെ പെട്ടെന്ന് നടത്തിക്കൊള്ളണം എന്നുള്ള ഒരു സന്ദേശവും ഇറാൻ നൽകിയിട്ടുണ്ട്. അതേസമയത്ത് അമേരിക്കയുടെ ബേസുകളെല്ലാം പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനുകളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതേസമയത്ത് തുർക്കി പോലുള്ള രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ അമേരിക്കയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ യുദ്ധം ആരംഭിക്കുന്ന ലക്ഷണങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. ഈ രൂപത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇങ്ങനെയുള്ള വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.